നല്ലത് ചെയ്താൽ നല്ലത് പറഞ്ഞിരിക്കും. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഫോറമോളുള്ള PVRൻ്റെ അനുഭവം ഷെയർ ചെയ്തതിന് ശേഷം അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയെന്ന് തോന്നുന്നു. കാരണം ആ വീഡിയോ വന്നതിന് അടുത്ത ദിവസം തൊട്ട് മൊവാന 2 2 ഷോസ് വീതം പ്രോപ്പറായിട്ട് PXL ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ രീതിയിൽ ആസ്വദിക്കാൻ പാകത്തിൽ അവർ ഷോസ് ഇട്ടിട്ടുണ്ട്. അത് ഇന്നലെ മാത്രമല്ല, ഇന്നും നാളെയൊക്കെ 2 ഷോസ് വീതം ഇട്ടിട്ടുണ്ട്. ഇത് കൂടാതെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ഫ്ലാറ്റ് റേഷ്യോ മൂവി പ്രോപ്പറായിട്ട് സ്ക്രീൻ 6 ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനുള്ള തിയേറ്ററിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഗുഡ്, വെരി ഗുഡ് ആൻഡ് ഫാസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. പറഞ്ഞത് കൃത്യമായിട്ട് ആർക്കോ മനസ്സിലായിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്. കമൻറ്റ് ചെയ്തവരുടെയും ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയവരുടെ എല്ലാവരുടെയും വിജയമാണ്. നമുക്ക് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ഇത്രയും മികച്ചൊരു തിയേറ്ററിൽ നിന്ന് കിട്ടണം. അതേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് മാക്സിമം മൂല്യം കിട്ടണം. അതേ ഞാൻ എൻ്റെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനിയും ഇങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ ഒരു സതുദ്ദേശത്തോട് മാത്രമേ ഞാൻ എന്ത് കാര്യവും പറയാറുള്ളൂ. എന്തായാലും എന്നെ സംബന്ധിച്ച് ഐ ആം വെരി ഹാപ്പി. കുറച്ച് പേരെങ്കിലും ഇത് കേട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചല്ലോ എന്നുള്ളതിന്. എന്തായാലും നല്ല കമൻസും നല്ല ഫീഡ്ബാക്സുമാണ് എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയത്. ഒരുപാട് പേര് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി. എന്തായാലും ഫോറമോളിലുള്ള സ്റ്റാഫിനും ഞാൻ കൈയടി നൽകുകയാണ്. കാരണം പ്രോപ്പറായിട്ട് ഇപ്പോൾ സംഭവം ചെയ്തുകൊണ്ട്. ഇതൊക്കെ കൂടാതെ ഇന്ന് ട്യൂസ്ഡേ November 3 കണ്ടമാനം ഓഫർ ഇട്ടിട്ടുണ്ട് അവർ. 99 റുപ്പീസിനാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ ഫ്ലാറ്റ് റേഷ്യോയിൽ ഇവർ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് 99 റുപ്പീസ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ അജു വർഗീസിൻ്റെ ഒരു സിനിമ 99 റുപ്പീസ് പറ്റിയ ഞാൻ ഇന്ന് തന്നെ പോയി കാണുന്നുണ്ട്. 99 റുപ്പീസിന് ഒരുപാട് സിനിമകൾ, എനിക്കൊന്ന് 7ഓളം സിനിമകൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഏതൊക്കെ സിനിമ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇതൊക്കെ 99 റുപ്പീസിനാണ് സംഭവം അവരിട്ടിരിക്കുന്നത്. എന്തായാലും ഈ സിനിമകളെല്ലാം 99 ആണ്. അപ്പോൾ ആരെയും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കിക്കോ. എനിക്കറിയാം ഇത് ഞാൻ വൈകി പോയി പറയാൻ, കാരണം ഞാൻ കുറച്ച് തിരക്കുകളിലായതുകൊണ്ടും എൻ്റെ ഹെൽത്ത് അത്ര പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സിനിമകളും മിസ് ചെയ്ത് പോയത്. അതുമാത്രമല്ല, ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്നു ഞാൻ എന്തായാലും മൊവാന 2 PXL പോയി കണ്ടു നോക്കി അഭിപ്രായം പറയാമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഹെൽത്ത് അത്രയും മോശമായിരുന്നു. നല്ല പനിയും ചുമയും ഇതൊക്കെയായിരുന്നു. ഇപ്പോഴും അത്രയൊക്കെ കണ്ട് സെറ്റായിട്ടില്ല. അതാണ് ഞാനിങ്ങനെ എന്നുള്ള രീതിയിൽ നിൽക്കണം, പോകണോ വേണ്ടിയോ. കാരണം ഞാൻ പോയി തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞ് വീണ്ടും ഹെൽത്ത് വഷളായി കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് എനിക്ക് പുഷ്പാട്ടുമുണ്ട്, അതൊക്കെ മിസ്സാവും, ഭയങ്കര സീനാവും. അതുമാത്രമല്ല കുറച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. ഇപ്പോൾ തൊണ്ട ഇപ്പോഴും കിച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് എന്താ പറയുക, ഒരു പനിക്കോള് രീതിയിലുള്ളൊരു സെറ്റപ്പിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കണത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ അഭിപ്രായം ഇട്ടാനേ. നോക്കട്ടെ, ഇന്ന് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പോകാം. നല്ലൊരു പരിപാടിയാണ് അവർ ചെയ്തത്. എന്തായാലും നമ്മൾ ഇത്രയും പറഞ്ഞത് ഞാൻ അത്രയും വൈകാരികമായിട്ട് അത് ഞാൻ സംസാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അത്രയും വിഷമം കൊണ്ടിട്ടാണ്, അല്ലാതെ വേറെ ആരെയും മോശപ്പെടുത്താനോ ഒന്നിനും വെച്ചിട്ടല്ല. കാരണം ഇത്രയും നല്ലൊരു അടിപൊളി ഒരു തിയേറ്റർ PVR ഉണ്ടാക്കി ഇട്ടിട്ട് അത് മര്യാദക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാത്തതിൻ്റെ ഒരു വിഷമവും ആ ഒരു കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസസ് എനിക്ക് കിട്ടാത്തതിൻ്റെയും എന്നെപ്പോലെ തന്നെ മറ്റുള്ള ഒരുപാട് സിനിമ ലവേഴ്സ് കിട്ടാത്തതിൻ്റെ ഒരു കളക്റ്റീവ് വിഷമം ആൻഡ് സങ്കടം ആൻഡ് ദേഷ്യമാണ് ഞാൻ പ്രകടിപ്പിച്ചത്, അല്ല വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും അവർ തിരുത്തി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യണേണ്. തിരുത്തി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ പറയും. എത്രത്തോളം നമ്മൾ വിമർശിക്കുന്നു അത്രയും തന്നെ നമ്മൾ അപ്ലോഡും ചെയ്യാൻ തയ്യാറാണ് തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് തന്നെയാണ് ഉടനെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്ന് കാര്യം പറയുന്നത്. എന്തായാലും ഇത് 1-2 ഷോയിൽ ഒതുക്കാതെ ഇന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫ്ലാറ്റിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകാൻ പോണത്. മൊവാന 2 PXL പോയി കണ്ട ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു വിഷ്വലി എന്നുള്ള. വലിയ വ്യത്യസ്തതയോ ഒന്നും പുതുമയോ ഒന്നുമില്ല. പക്ഷേ PXL കണ്ടപ്പോൾ ഈ മൂവിയുടെ എക്സ്പീരിയൻസ് വേറെ റേഞ്ച് ആയിരുന്നാണ് എന്നോട് വിളിച്ച് പറഞ്ഞ എല്ലാവരും പറഞ്ഞത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്, PXL ഈ സിനിമ വേറെ ലെവലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണോ, ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും പൈസ മുടക്കി കോടിക്കണക്കിന് രൂപ മുടക്കി ഇത്ര കിടിലൻ തിയേറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പ്ലേ ചെയ്യേണ്ട പടം അവിടെ പ്ലേ ചെയ്യണ്ടേ? അതേ ആ ഒരു സദുദ്ദേശത്തോട് മാത്രമാണ് ഞാൻ ഇതിന് മുന്നത്തെ ആ വീഡിയോ ഇട്ടത്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്തൊക്കെ കണ്ടു നോക്കുക, എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവിടെ. എന്തായാലും
താങ്ക് യു സോ മച്ച് ടു ഫോറം മോൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിയേറ്ററുകളിലൊന്നാണ് കൊച്ചിയിൽ. വനിതയും ഫോറം മോൾ PVR ആണ് എൻ്റെ ഫേവറേറ്റ് തിയേറ്റേഴ്സ് കൊച്ചിയിൽ. പിന്നെ എക്സ്റ്റെൻഡഡ് കൊച്ചി നോക്കുകയാണെങ്കിൽ മൂവാറ്റുപുഴ ഐസക് മറിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട തിയേറ്ററാണ്. അപ്പോൾ ഈ തിയേറ്റേഴ്സിലൊക്കെ നല്ല നല്ല സിനിമകൾ കാണാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് നമ്മളിതെല്ലാം ഈ പറയുന്നത്, അല്ല വേറെ ഒന്നും വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇഫ് സംബഡി വാസ് ഒഫെൻഡഡ് ഓർ ഇഫ് സംബഡി വാസ് ഹേർട്ട് ബൈ മൈ പ്രീവിയസ് വീഡിയോ, ഐ എം സോറി. പക്ഷേ ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ നിങ്ങൾക്ക് ഓബ്വിയസ്ലി നല്ല ഫുട്ഫോൾസ് ഉണ്ടാവും. നല്ല ഫുട്ഫോൾസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് തിയേറ്റേഴ്സ് നിങ്ങൾക്ക് വീണ്ടും തുറക്കാൻ പറ്റും. ഓൾറെഡി നിങ്ങൾ ഒരുപാട് തിയേറ്റേഴ്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലായിടത്തും നിങ്ങൾ കറക്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. അപ്പോൾ PVR എന്നുള്ള കമ്പനിക്ക് അത് ഭയങ്കര നല്ല പേരായിരിക്കും. അതായത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം, PVR കറക്റ്റായിട്ടാണ് സിനിമകൾ കറക്റ്റായിട്ടാണ് ഇടുന്നത്, അപ്പോൾ അവിടെ പോയി പൈസ കൊടുത്ത് സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ആവണം. മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു അതായത് എക്സ്പീരിയൻസ്, നമ്മൾ എന്തിനാണ് സിനിമ തിയേറ്ററിൽ പോകുന്നത്? പോപ്കോൺ തന്നെയാണ്, അല്ല സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സിനിമ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായി കഴിഞ്ഞാൽ ബാക്കി എന്തും നമുക്ക് ബാലൻസ് ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ 99 കോമ്പോസ് ഇത് തുടങ്ങിയ ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കിക്കേ. എല്ലാ വെള്ളിയും ശനിയും ഒക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കിയേ, എന്തോരം ആൾക്കാർ വാങ്ങുമെന്ന് അറിയാമോ? നിങ്ങൾ ആ ഒരു 99 കോമ്പോസ് ഇടുകയാണെങ്കിൽ വെള്ളി ശനി ഞായറും ആൾക്കാർ ആ കോമ്പോസ് കിട്ടും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങൂടെ? നിങ്ങൾ ഫുഡ് ആൻഡ് ബെവറേജിൻ്റെ കാര്യത്തിൽ ഒന്ന് കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ചെയ്ത് നോക്ക്. മാക്സിമം ആൾക്കാർ അവിടുത്തെ ഫുഡ് കഴിക്കട്ടെ. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ഫുഡിനെ ആരും ഒരിക്കലും ചോദ്യം ചെയ്യാറില്ല, എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഫോറമോളിലെ തന്നെ കേസ് ഞാൻ ഒരു കാര്യം ഞാൻ ഈ കൂട്ടത്തിൽ എടുത്ത് പറയുന്നതാണ്. ആദ്യം പിസ്സ കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചാൽ മെയിൻ കൗണ്ടറിൽ നിന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ പിസ്സ പോയി മേടിക്കേണ്ടത് നമ്മുടെ ലക്സിൻ്റെ ആ ഒരു കൗണ്ടറിൽ നിന്നാണ്. അവിടെ പൈസ കൂടുതലാണ്. അതൊരു പ്രോബ്ലമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സാധാരണ തിയേറ്ററിൽ സിനിമ കാണാൻ വന്നാൽ ഞാൻ എന്തിനു ലക്സിൽ പോയിട്ട് അവിടുത്തെ മെനു എടുക്കണം? കാരണം ഇവിടെ പിസ്സ ഉണ്ടാക്കുന്ന സാധനം ഇവിടെ ഇരിക്കുന്നത്, ഇവിടെയാണ് നേരത്തെ പിസ്സ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് അപ്പുറത്ത് നിന്ന് പിസ്സ മേടിക്കേണ്ട അവസ്ഥയാണ്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ വാങ്ങാറില്ല. സെയിം പിസ്സ ഞാൻ അപ്പുറത്ത് ലക്സിൻ്റെ മെനു പോയി മേടിക്കേണ്ട അവസ്ഥയാണ് കൂടുതൽ പൈസയിൽ. ഇപ്പം ലക്സ് തിയേറ്ററിലൂടെ ഞാൻ കയറി ലക്സ് തിയേറ്ററിൽ സിനിമ കാണാൻ വന്ന ഞാനാണെങ്കിൽ ആ മെനു എടുക്കുന്നതിൽ അർത്ഥമുണ്ട്. ഇതങ്ങനെയല്ല. ഇത് നോർമൽ സ്ക്രീൻസിൽ സിനിമ കാണാൻ വന്നേക്കണം ഞാൻ PVRൻ്റെ ലക്സിൻ്റെ മെനു എന്ന് സാധനം മേടിക്കേണ്ട ആവശ്യം എന്തായിരിക്കണേ? ഇവിടെ ഓൾറെഡി ഒരു കഫറ്റീരിയ ഉള്ളതല്ലേ, ഇവിടെ അല്ലേ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എന്തിന് കൂടുതൽ പൈസ കൊടുത്ത് അപ്പുറത്തെ മെനുവിൽ പേ ചെയ്ത് പിസ്സ വാങ്ങണം? ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് എനിക്കതൊരു നല്ല കാര്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. മര്യാദക്ക് ഇവിടെ പിസ്സ വിറ്റുകൊണ്ടിരുന്ന വെച്ചതാ, ഇവിടെ നല്ല ഓഫറും കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ എപ്പോഴൊക്കെ സിനിമ കാണാൻ വന്നാലും മാക്സിമം ടൈം ഞാൻ പിസ്സ വാങ്ങിയിരുന്നതാണ്. ഇപ്പം ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. കാരണം വെച്ചാൽ എന്തിനാണ് ഞാൻ അപ്പുറത്ത് പോയിട്ട് കൂടുതൽ പൈസയ്ക്ക് പിസ്സ മേടിക്കുന്നത്? സെയിം പിസ്സ തന്നെയല്ലേ ഇത്, ഒരു മാറ്റം ഇല്ലാത്ത സെയിം പിസ്സ തന്നെ. അത് ഞാൻ അപ്പുറത്ത് ലക്സിൽ പോയി മേടിക്കണം. എന്തിനാണ് മേടിക്കണം? അവിടെ കൂടുതൽ പൈസയല്ലേ? ഭയങ്കര പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ പിസ്സയുടെ മെനു പ്രൈസും അപ്പുറത്തെ ലക്സിലെ മെനു പ്രൈസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളപ്പോൾ പേർപ്പസ്ഫുള്ളി ആൾക്കാരെ കൊണ്ട് കൂടുതൽ പൈസ വേയിപ്പിക്കണമല്ലോ സെയിം ഐറ്റത്തിന്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാങ്ങാത്തത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വാങ്ങാതിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ രണ്ടാമത് ഇവിടെ പിസ്സ കൊടുത്ത് നോക്ക്, നമുക്കത് വാങ്ങാൻ പറ്റും സ്ഥിരമായിട്ട്, ഒരു കുഴപ്പമില്ല. എനിക്ക് ഓഫർ കിട്ടുന്നതുകൊണ്ട് ഞാൻ വാങ്ങാൻ തയ്യാറാണ്. ഇപ്പുറത്തെ സൈഡിൽ അവിടെ എനിക്ക് ഓഫർ കിട്ടും. പക്ഷേ ഞാൻ പറയണത് എന്തിന് എനിക്കിവിടെ ഒരു 100 രൂപ കിട്ടുന്ന സാധനം ഞാൻ അപ്പുറത്ത് പോയി 200 രൂപ മേടിക്കേണ്ട അവസ്ഥ എന്തിനാണ്? അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നല്ല വ്യത്യാസമുണ്ട് പ്രൈസിന്. എത്ര പ്രൈസ് എന്നുള്ള വ്യത്യാസം ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് ഞാനത് ഇടാം, എത്ര പൈസ വ്യത്യാസം ഉണ്ടായിരുന്നത്. പണ്ട് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 220 240 രൂപയ്ക്കാണ് ഞാൻ പിസ്സ മേടിക്കുന്നത് ഇവിടെ ഓഫർ പ്രൈസിന് ശേഷം. ഞാൻ അപ്പുറത്ത് ലക്സിൽ പോയി മേടിച്ചാൽ എനിക്ക് 300 സംതിങ് രൂപ കൊടുക്കേണ്ടി വരും. എനിക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നേ, മനസ്സിലായില്ലേ? ഇതിനോടൊക്കെയാണ് എനിക്ക് വിയോജിപ്പ്. ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ കാണിക്കുന്നതാണ് എനിക്ക് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്യുന്നത്. അത് ഞാൻ ഈ കൂട്ടത്തിൽ എടുത്ത് പറയുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യം നല്ലതെന്ന് തന്നെയാണ് എന്നും പറഞ്ഞേക്കണത്. മോശം കാര്യമായിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലാതെ ഞാൻ പർപ്പസ്ഫുള്ളി നിങ്ങൾ ഒരിക്കലും മോശമാക്കാൻ ശ്രമിക്കുന്നില്ല. ഈ കമ്പനിയോട് എനിക്ക് ഒടുക്കത്തെ ഇഷ്ടം. കാരണം വെച്ചാൽ ഒരുപാട് നല്ല കിടിലം പ്രീമിയം തിയേറ്റേഴ്സ് ഓൾ ഓവർ ഇന്ത്യ കൊണ്ടുവരുന്ന ഒരു കിടിലം കമ്പനിയാണ് PVR. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഒരുപാട് PVR ഓൾ ഓവർ ഇന്ത്യ ഞാൻ ട്രാവൽ ചെയ്ത് ഒരുപാട് PVR തിയേറ്റേഴ്സിൽ പോയിട്ടുണ്ട്. മികച്ച അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഷെയറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നൊക്കെ എനിക്ക് മോശം അനുഭവം ഉണ്ടാവണം അതും ഞാൻ ഷെയർ ചെയ്യുന്നു. മികച്ചത് മാത്രം ഷെയർ ചെയ്താൽ പോലല്ലോ, എനിക്കുണ്ടായ മോശം അനുഭവം എനിക്ക് ഷെയർ ചെയ്യണമല്ലോ. അതാണല്ലോ നമ്മുടെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത്. ആസ് എ വ്ളോഗർ എനിക്ക് അങ്ങനെയാണ്. അതായത് ഞാൻ രണ്ടും ഷെയർ ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഓക്കെ നല്ലത് മാത്രമേ ഞാൻ ഈ ചാനലിൽ ഇടുള്ളൂ, എനിക്കുണ്ടായ മോശം അനുഭവങ്ങളൊക്കെ ഞാൻ മറച്ചു വെക്കും, അങ്ങനത്തെ ഒരു പരിപാടി കൂടി ഇല്ല. എനിക്കുണ്ടായ മോശം അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്യും. ആസ് എ കസ്റ്റമർ, ആസ് എ പേയിങ് കസ്റ്റമർ, ആസ് എ കൺസ്യൂമർ, ഐ ആം ബൗണ്ട് ടു സേ ദിസ്. അത് മാത്രമല്ല എൻ്റെ ഒരു എത്തിക്സ് അതാണ്. എൻ്റെ കാണുന്ന പ്രേക്ഷകരെ എനിക്ക് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോടുള്ള കാര്യം തുറന്നു പറയും. ഞാനത് എന്ത് കാരണവശാലും തുറന്നു പറഞ്ഞിരിക്കും. അത് എൻ്റെ എത്തിക്സാണ്.
അത്രേ ഉള്ളൂ. അതിൽ കല്ലേടി കാണിച്ചിട്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ എന്തായാലും പറയും, നമ്മൾ എന്താവണ എക്സ്പീരിയൻസ് അങ്ങനെ ഞങ്ങോട്ട് പറയും, അതിലൊരു മയം കാണിക്കത്തില്ല. സോ ഹാപ്പി ടു സീ ദാറ്റ് യു ഹാവ് ഇംപ്രൂവ്ഡ്. ഈ ഇമ്പ്രൂവ്മെൻറ്റ് എന്നും ഉണ്ടാവണം, കൃത്യമായിട്ട് തന്നെ ചെയ്യണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതാണ് എനിക്ക് ഇപ്പം നടന്ന ഒരു പോസിറ്റീവ് കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, ഞാനിവിടെ പറഞ്ഞു എന്നുള്ളത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഐമാക്സിൻ്റെ പുഷ്പയുടെ ഷോ ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നുള്ള. അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിപോളിസിൽ നിന്ന് അവിടുത്തെ ഒരു സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് ലൈസൻസ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ പുഷ്പ ഷോ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ളതാണ്. അവരിപ്പോഴും ഇതെന്നാണ് ഓപ്പണിംഗ് എന്നുള്ളത് അവർ ഉദ്ദേശിച്ച ഡേറ്റ് തീർച്ചയായിട്ടും 5th തന്നെ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ലൈസൻസ് പ്രോബ്ലം കാരണം അവർക്ക് ഇതുവരെ ഇത് തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. എന്തായാലും ഈ മാസം ഉണ്ടാവുമോ ഇല്ലയോ കാര്യങ്ങളൊന്നും പറയാൻ പാടാത്തൊരു അൺഫോർച്ചുനേറ്റ് അവസ്ഥയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇനി എന്നായിരിക്കും ഓപ്പണിംഗ് എന്നുള്ളത് അറിയാൻ പാടാത്തൊരവസ്ഥയിലാണ്. പക്ഷേ ഒരു പോസിറ്റീവ് നോട്ട് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി തിയേറ്ററിൽ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് കണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഫോട്ടോസ് ഒരു ഫോട്ടോ ഞാനിവിടെ കാണിച്ചു തരാം. എന്തായാലും നല്ല രസമുണ്ട്, ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. കുറച്ച് ഇമേജസ് ഞാൻ കണ്ടായിരുന്നു, എനിക്ക് ചില സോഴ്സസിലൂടെ ആ ഇമേജസ് കിട്ടി. എന്തായാലും നല്ല ഭംഗിയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കാണാൻ പറ്റിയാൽ അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റിയാൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ഞാൻ എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആ ഒരു കയറി ചെല്ലുന്ന ആ ഒരു ഫസ്റ്റ് ലുക്കിൽ നമ്മൾ കാണാൻ പോകുന്ന ആ എൻട്രൻസ് ഉള്ള ആ എൻട്രൻസിൻ്റെ അവിടെ കിടുവായിട്ടുണ്ട്. ഇന്ന് നാളെയൊക്കെ ആയിട്ട് സിനിമ കാണാൻ പോകുന്നവർക്ക് ആ എൻട്രൻസ് മിക്കവാറും കാണാൻ പറ്റും. ഇനി ഒരുപാട് ഇമേജസ് മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. ഈ ഇമേജ് കൂടാതെ ഒരുപാട് ഇമേജസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് എനിക്ക് അവിടെ നിന്നൊക്കെ എനിക്ക് ഇമേജസ് അയച്ചു തരുന്നുണ്ട്. എന്തായാലും ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. പിന്നെ ഭയങ്കര സന്തോഷത്തോടെ, ഒരു രക്ഷയില്ലാത്ത സന്തോഷം. ഐ ആം സോ ത്രിൽഡ്. താങ്ക് യു സോ മച്ച് സിനിപോളിസ് ഫോർ ദിസ് ഐമാക്സ്. ഇത് അത്രയും മനസ്സുകൊണ്ട് അത്ര ആഗ്രഹിച്ചിരുന്നൊരു സാധനമാണ്. അത് നിങ്ങൾ കൊണ്ടുവന്ന് തന്നതിൽ ഒരുപാട് സന്തോഷം. അതും ഒരു ഐമാക്സ് വിത്ത് ലേസർ XD ആൻഡ് 12 ചാനൽ തന്നതിന് ഒരുപാട് നന്ദി. എൻ്റെ പൊന്നെ, അത് നിങ്ങളോട് എനിക്ക് വാക്കുകളിലൂടെ എനിക്ക് നന്ദി പറഞ്ഞാൽ പോരാ. ഞാൻ തീർച്ചയായിട്ടും ഞാൻ അവിടെ വന്ന് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ അഭിപ്രായം ഞാൻ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ. എന്തായാലും താങ്ക് യു ഫോർ സച്ച് ആൻ അമേസിങ് തിയേറ്റർ. അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല കൊച്ചി ഈസ് ഗെറ്റിംഗ് ഐമാക്സ് വിത്ത് ലേസർ എന്നുള്ളത്. വളരെ സന്തോഷം. വരാനിരിക്കുന്ന 2 കൊല്ലത്തിൽ എന്തൊക്കെയാണ് മക്കളെ വരാൻ പോണത് ഞാൻ അറിഞ്ഞു. എന്തായാലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. ടൈം ആകുമ്പോൾ എനിക്ക് അതിനുള്ള ഗ്രീൻ ലൈറ്റ് കിട്ടുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത്. എൻ്റെ മോനെ 2 കൊല്ലത്തിൽ സീൻ മാറും, കൊച്ചിയുടെ സീനങ്ങ് മാറും തിയേറ്റർ കാര്യത്തിൽ. കേരളത്തിൽ ബെസ്റ്റ് സ്ക്രീൻസാണ് വരുന്നത്. കേരളത്തിലെ ബെസ്റ്റ് അടിപൊളിയായിരിക്കും അത്, കീടിലൻ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ പറയാനാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സിനിമ ആരാധകരുള്ള ഒരു സ്ഥലം, സിനിമ ഹബ്ബ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റിയ സ്ഥലമാണ് കൊച്ചി. എന്നിട്ട് വളരെ ശോകം തിയേറ്റേഴ്സ് ഉള്ളൊരു സ്ഥലം. ആകെ വിരലുണ്ടാകുന്ന കുറച്ച് തിയേറ്റർ മാത്രമേ നല്ലതുള്ളൂ. ആ സീനല്ല ഇനി വരാൻ പോണത്. 2 കൊല്ലത്തിൽ സാധനങ്ങൾ മാറും. ദ ബെസ്റ്റ് തിയേറ്റേഴ്സ് ഇൻ കേരള വിൽ ബി ഇൻ കൊച്ചി. ദി ബെസ്റ്റ് തിയേറ്റേഴ്സ് ഇൻ കേരള. കൊച്ചിയിലുള്ള തിയേറ്റേഴ്സിനെ ഇനി അങ്ങനെ ആയിരിക്കും ആൾക്കാർ അറിയാൻ പോകുന്നത്. അങ്ങനെയുള്ള സാധനമാണ് മക്കളെ എല്ലാം വരുന്നത്. എന്തായാലും ഐ താങ്ക് ഓൾ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ പ്രൊജക്ട് ഡെവലപ്പേഴ്സ് ഹൂ ആർ ഗോയിങ് ടു ചേഞ്ച് ദ മൂവി തിയേറ്റർ ഫേസ് ഓഫ് കൊച്ചി. അത് ഞാൻ ഇപ്പോഴേ താങ്ക് ചെയ്യണം. കാരണം അവരില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഈ സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ മുന്നോട്ട് വന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വലിയ മാറ്റങ്ങൾ വരാൻ പോണത്. അതുകൊണ്ട് തന്നെ ആ നല്ല തുടക്കത്തിനായി മികച്ച മാറ്റങ്ങൾക്കായി വഴി ഒരുക്കിയ എല്ലാവർക്കും എൻ്റെ വലിയ നന്ദി. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വെല്ലിയേട്ടൻ റീമാസ്റ്റർ ചെയ്തത് എന്തുകൊണ്ട് കാണാൻ പോയില്ല എന്നുള്ളത്. സത്യസന്ധമായിട്ടാണ് ഞാൻ ഉത്തരം പറയാൻ പോകുന്നത്. എനിക്ക് വെല്ലിയേട്ടൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമയൊന്നുമല്ല. എനിക്ക് മമ്മൂക്കേനെ ഇഷ്ടം ഉള്ള അത്രയധികം ഇഷ്ടമുള്ള സിനിമകൾ എനിക്ക് വേറെ കുറേ സിനിമകളാണ്. വെല്ലിയേട്ടൻ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു ആവറേജ് ഒരു മൂവിയാണ്. സത്യമായിട്ട് ഞാനത് പച്ചക്ക് തുറന്ന് പറയാനാണ്. എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അതിഗംഭീരമായിട്ടോ അല്ലെങ്കിൽ ആ ലെവലിൽ ഇഷ്ടമുള്ളൊരു സിനിമയല്ല വെല്ലിയേട്ടൻ. അതുകൊണ്ടാണ് ഞാനത് കാണാൻ പോവാതിരുന്നത്. രണ്ടാമത് ഓൾറെഡി പണ്ട് എൻ്റെ അച്ഛൻ എന്നെ ഇത് തിയേറ്ററിൽ കൊണ്ട് കാണിച്ചൊരു സിനിമ കൂടിയാണ്. ഇത് കൂടാണ്ട് കൈരളി TV എത്ര തവണ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കഞ്ഞ അറിയില്ല. അത്രയും തവണ കണ്ടിട്ടുണ്ട്.
എനിക്ക് ഇപ്പോഴും ഓർമ്മ ആദ്യമായിട്ട് വലിയേട്ടൻ കൈരളി ടി വിയിൽ വന്നപ്പോഴേക്കും 1:30 എങ്ങാണ്ടും സിനിമ ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് രാത്രി 11 മണിക്ക് എങ്ങാണ്ടാണ് തീർന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ കൈരളി ചാനലിൽ എപ്പോഴും ഉണ്ടാവും ഈ സിനിമ. അപ്പോൾ ഈ സിനിമ ഓൾറെഡി കണ്ട് മടുത്തിരിക്കുന്നത് എനിക്കിനെ. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ മനസ്സിൽ ഇതൊരു വേറെ ലെവൽ പടമായിട്ട് അല്ല. എനിക്കതൊരു ആവറേജ് മൂവി സെറ്റപ്പിലാണ്. മമ്മൂക്കയുടെ ക്യാരക്ടർ അടിപൊളിയൊക്കെയാണ്, മണിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, അതിനകത്ത് ശോഭന മാമുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാമാണ്. പക്ഷേ എനിക്കെന്തോ അത്ര ഗംഭീര പടമായിട്ടൊന്നും ഫീൽ ചെയ്തൊരു സിനിമയൊന്നും അല്ല അത്. പക്ഷേ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കുറേ വേറെ അധികം സിനിമകളാണ്. ബിഗ് ബി എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബി ആണ് റിലീസ് ചെയ്യേണ്ട പടം. അതുകൂടാണ്ട് കണ്ടമാനം സിനിമകളുണ്ട്, എനിക്ക് വിരലിൽ എണ്ണാൻ പറ്റുന്നില്ല, അത്ര അധികം കിടിലം മമ്മൂക്കയുടെ പടങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കാത്തിരിക്കുന്നത് ബിഗ് ബി വരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ബിഗ് ബി ഉണ്ടാവും അത് റിലീസ്. ഞാൻ ഓൾറെഡി പണ്ട് ബിഗ് ബി തിയേറ്ററിൽ കണ്ട ആൾ തന്നെയാണ്. പക്ഷെ എന്നാലും ആ പടം റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിൽ വരുമ്പോഴുള്ള ഫീലൊന്നും ഒരു പടത്തിനും വേറെ കിട്ടാൻ പോകുന്നില്ല മക്കളെ. അതെനിക്ക് ഉറപ്പാണ്. അതിൽ സാധനം വരുന്നത് അതിൻ്റെ ബീജിയും ക്യാമറ മേക്കിങ്ങും എല്ലാം. മാമൽച്ചേട്ടൻ വേറെ കാസറിയ പടമാണ് സംഭവം. എന്താണ് നമ്മുടെ ഫോർ ബ്രദേഴ്സിൻ്റെ റീമേക്കും പരിപാടികളും ഇതൊക്കെയാണ്. അത് ഒഫീഷ്യൽ റീമേക്ക് ആണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എന്തായാലും മാർക്ക് വാൾബർഗാണ് ഒറിജിനൽ സിനിമയിൽ ഉള്ളത്. പിന്നെ നമ്മുടെ ഫാൽക്കൺ ആൻഡ് മറ്റേ വിൻ്റർ സോൾജർ ഫാൽക്കൺ, ഇപ്പോഴത്തെ പുതിയതായിട്ട് വരാൻ പോണ നമ്മുടെ മച്ചാനുണ്ടല്ല, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ വേൾഡിലെ ക്യാപ്റ്റൻ അമേരിക്ക മച്ചാനാണ് അതിനകത്തൊക്കെ ഉള്ളത്. അപ്പോൾ ആ സിനിമയുടെ റീമേക്ക് ഒഫീഷ്യൽ റീമേക്ക് ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതായിരുന്നു ബിഗ് ബി. പക്ഷേ ബിഗ് ബി വേറെ റേഞ്ചായിരുന്നു, വേറെ റേഞ്ച് പടം. എനിക്ക് ബിഗ് ബി ആണ് തിയേറ്ററിൽ കാണാൻ താല്പര്യമുള്ള പടം, റീമാസ്റ്റർ ചെയ്ത് റിലീസ് വരുമ്പോഴേക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പോവാതിരുന്നത്, അല്ലാതെ വേറെ കാരണങ്ങളൊന്നും കൊണ്ടൊന്നും അല്ല. അപ്പോൾ ഒരുപാട് പേര് പോയി എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ തനിയാവർത്തനം, മൃഗയ, അങ്ങനെ കുറേ സിനിമകളുണ്ട് മമ്മൂക്കയുടെ. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. എനിക്ക് പ്രാഞ്ചിയേട്ടൻ, നമ്മുടെ മറ്റേ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പടമില്ലേ, നമ്മുടെ നമ്മുടെ ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടായിരുന്ന മറ്റേ സാറൊക്കെ ആയിട്ടുള്ള പടം, തോപ്രാംകുടി, ആ സിനിമയുടെ പേര് പെട്ടെന്ന് കിട്ടണമല്ല, ലൗഡ് സ്പീക്കർ. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടമുള്ള പടം. ഭയങ്കര രസമുള്ള പടങ്ങളായിരുന്നു അതൊക്കെ. എനിക്ക് മമ്മൂക്കയുടെ ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ പറയാമോ. പപ്പയുടെ സ്വന്തം മപ്പൂസ്, എൻ്റെ മോനെ എന്തോരം പടങ്ങളാടേ. അതുപോലെ തന്നെ മറ്റേ പുരയോരത്ത് ഒരു തോണിയെത്തിയിടാം, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, അഥർവം എന്നാണെന്നുകൊണ്ട് റേഞ്ച് പടം വരുന്നതൊക്കെ എനിക്ക് അതൊക്കെ. പിന്നെ അപരിചിതൻ, എനിക്ക് അമ്മാതിരി ഇഷ്ടമുള്ള പടമാണത്. ഇതൊക്കെയാണ് എനിക്ക് തിയേറ്ററിൽ പോയി റിലീസ് ചെയ്യുമ്പോൾ 4K റീമാസ്റ്ററിലൊക്കെ കാണാൻ ഇഷ്ടമുള്ള പടങ്ങൾ. എനിക്കതൊക്കെ ഉണ്ടാകും. അപ്പോൾ വലിയേട്ടൻ എൻ്റെ മനസ്സിൽ ഒരു ഫാൻ സർവീസ് പടമാണ്. എന്തിന് നരസിംഹ റിലീസ് ചെയ്ത് എനിക്ക് സന്തോഷവും. എന്തിനാണെന്നറിയാമോ, ലാലേട്ടൻ കാണാൻ മാത്രമല്ല, ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയത്തുള്ള നമ്മുടെ മമ്മൂക്കയുടെ വക്കീലായിട്ടുള്ള പെർഫോമൻസ്, അത് മാത്രം മതി. എന്ത് റേഞ്ച് സാധനം വരുന്നത്. 2020 ഇതൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത്. എനിക്കതൊക്കെയാണ് ഇഷ്ടം മമ്മൂക്കയുടെ ഏട്ടാ. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ കുറേ പേര് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ളതല്ല എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുള്ളൂ. വലിയിട്ട് ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് പടമാണ്, നല്ല പടമാണ്. പക്ഷേ എനിക്ക് ആവറേജ് ഫീൽ നൽകിയ പടം മാത്രമാണ്. വേറെ എന്തോരം സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. ഈവൻ ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അത് എനിക്ക് ആ പടം ഇഷ്ടമുള്ളൂ. എന്താണെന്നറിയില്ല, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു, എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു ആ പടം. അങ്ങനെ എന്ന് പറഞ്ഞാൽ വലിയേട്ടനേക്കാളും മികച്ച പടം അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയാൻ ശ്രമിക്കണം കേട്ടോ. പക്ഷേ മമ്മൂക്കയുടെ ഒരുപാട് പടങ്ങളുണ്ട്. എനിക്ക് ഫഹദായിട്ടുള്ള മറ്റേ പടമില്ലേ, ലാൽ ജോസിൻ്റെ പടം, മറ്റേ ഫഹദ് ഒരു ഓഫീസിൽ ഒരു മാനേജർ, മമ്മൂക്ക അണ്ടറിൽ വരുന്ന ആൾ, എനിക്ക് ആ പടമൊക്കെ ഇഷ്ടമാണ്. ഇമാനുവൽ ആണെന്നുകൊണ്ട് ആ പടം. അങ്ങനെ എനിക്ക് കുറേ സിനിമകളുണ്ട് മമ്മൂക്കയുടെ ഭയങ്കര ഇഷ്ടമുള്ളത്. അന്ന് വേണ്ടത്ര അപ്രിസിയേഷൻ കിട്ടിയില്ല എന്നൊക്കെ എനിക്ക് തോന്നിയ കുറേ പടങ്ങളൊക്കെ ഉണ്ട്. എനിവേസ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയേട്ടൻ കാണാൻ പോകുമായിരുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ വേറൊരു ആളെ ഇഷ്ടമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ലാലേട്ടൻ ഫാനായതുകൊണ്ട് മമ്മൂക്കയുടെ പടം കാണില്ല, അങ്ങനത്തെ കോപ്പൊന്നും ഇല്ലടേ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെ ഇഷ്ടമാണ്. മമ്മൂക്കേനെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലാലേട്ടൻ ഫാനാണെന്ന് പറഞ്ഞാലും 2023, 2024 മമ്മൂക്ക വേറെ റേഞ്ചായിരുന്നു, വേറെ റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് ഫാനാക്കി കളയാണ്. അങ്ങനത്തെ സാധനമാണ് പുള്ളി ചെയ്തു വെക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരുടെ ഫാനാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഇനി പടത്തിന് കഴിഞ്ഞത് സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. ഹരികൃഷ്ണൻസ് റിലീസ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പോകും, കാരണം ഈ അമ്മാരി ഇഷ്ടമുള്ള പടമാണ്. അത് എന്ത് രസം വരുന്നുണ്ട് ആ പടമൊക്കെ, മനസ്സിലായില്ല. എനിക്ക് ആ ഒരു റേഞ്ചിലേക്കൊന്നും എനിക്ക് വലിയേട്ടൻ എൻ്റെ മനസ്സിലില്ല. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളവർ പോയി കാണുന്നേ, അടിച്ചു പൊളിക്കുക. എനിക്കറിയാം കുറേ പേര് പോയി കണ്ടോ അടിച്ചു പൊളിച്ചെന്നുള്ള, വെൽ ആൻഡ് ഗുഡ്, നല്ല കാര്യം.
അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പടങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഞാൻ പോയി കാണും. പേരൻപ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. എത്ര ഇവിടെ മമ്മൂക്ക ഫാൻസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണന്മാർ പോയി തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് ആ പടം. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരി, ഇതും കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എന്നാൽ ഇതും പറഞ്ഞ് പൊങ്കാല പറഞ്ഞ് വരണമെങ്കിൽ എനിക്ക് പോയില്ല. അത്രേ ഉള്ളൂ. ബൈ ബൈ.